ഹായ് ഗേസ്, അപ്പം നമുക്ക് ദേവരുദ്രയുടെ പ്രതികാരം ബാക്കി ഭാഗം കേൾക്കാം. കുറച്ച് ശബ്ദകലകളൊക്കെ ഉണ്ടാവും, കുട്ടികളൊക്കെ ഉണർന്നിരിക്കുകയാണ്. പക്ഷേ നിർവാഹമില്ല, നമുക്ക് ശബ്ദത്തോടെ തന്നെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് പറ്റും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നമ്മുടെ സ്വന്തം നാട്ടിലില്ല, സിംഗപ്പൂരാണ്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം നമുക്ക് കഥ കേട്ട് തുടങ്ങാം. സംഹാരരുദ്രയെ പോലെ നിന്ന ദേവരുദ്ര അതവൾ കാമാൻ കൂളായി. എന്തായിരിക്കും കാരണം? അതിന് അവിടെ അച്ഛനെത്തിക്കഴിഞ്ഞു. അച്ഛനെ കണ്ടതോടുകൂടി അവൾ വളരെ സൗമ്യപ്രകൃതിയായി. അച്ഛനും ദേവനന്ദയും അവിടെ നിന്ന് യാത്ര തിരിച്ചു. അച്ഛൻ പ്രേമപുരസരെ അവളെ നോക്കി മനോഹരമായിട്ടൊന്ന് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, സന്തോഷമായില്ലേ? അങ്ങനെ നിൻ്റെ ഒരു ശത്രുവിനെ കൂടി നീ കൊന്നു അല്ലേ? ഇനി ഒരാൾ കൂടിയല്ലേ, അതോടെ നിൻ്റെ പക തീരില്ലേ? അവൾ പതുക്കെ ഒന്ന് ചിരിച്ചു, ഏതരം വന്യമായ ചിരി. എന്നിട്ട് തിരിച്ചു ചോദിച്ചു, തീരുമോ? തീർക്കണോ? അച്ഛൻ പറയൂ. അവൻ്റെയൊക്കെ തലമുറ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്തിനാണ്? ഇനിയും ഒരുപാട് പെൺകുട്ടികളുടെ മാനം കളയാനോ? പെട്ടെന്നുള്ള ചോദ്യത്തിൽ അച്ഛൻ പതറിപ്പോയി. പക്ഷേ ആ കുട്ടികൾ നിരപരാധിയല്ലേ? എന്ത് നിരപരാധികൾ? അവൾ പെട്ടെന്ന് തിരിച്ചു വെച്ചു. അവിടെ കണ്ണുകളിൽ ക്രോധമിരിഞ്ഞു. അവിടെ ആ ഭാവത്തിൽ അച്ഛൻ പോലും ഭയന്നുപോയി. എന്ത് പറഞ്ഞ ആ കുട്ടികളെ അവളിൽ നിന്ന് താൻ രക്ഷിക്കും? അച്ഛൻ ആലോചിച്ചു. അവൾ ഓരോ നിമിഷം കഴിയും തോറും കൂടുതൽ ശക്തി പ്രാപിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ശക്തിയെ നശിപ്പിക്കുക ഒരുപാട് പ്രയാസമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന തൻ്റെ ജീവനും ആപത്തിൽ തന്നെയാണ്. പക്ഷേ ഇതാ ഇപ്പോൾ ഒരാൾ കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി ബാക്കി രണ്ടുപേരെ എനിക്ക് രക്ഷപ്പെടുത്തിയേ മതിയാവൂ. അച്ഛൻ അവളെ നോക്കി മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു. അവളും എന്നിട്ട് ചോദിച്ചു, ഞാൻ അച്ഛനെ പ്രണയിച്ചോട്ടെ? അച്ഛൻ അവളെ അന്തം വിട്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് എന്തിനാ? എന്നെ കൂടി കൊല്ലാനാണോ? അതോടെ അവിടെ ഭാവം മാറി. കൊല്ലാനോ? ആ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ അത്ഭുതമായി. ഒരിക്കലുമില്ല, ആരെ കൊന്നാലും ഞാൻ അച്ഛനെ കൊല്ലില്ല. എൻ്റെ ജീവിതത്തിൽ എന്നോട് ഒരുപാട് അലിവും സ്നേഹവും കാണിച്ച വ്യക്തിയാണ്. അങ്ങനെ ഒരാൾ അച്ഛൻ മാത്രമാണ്. പെട്ടെന്ന് അവൾ വണ്ടിയിൽ നിന്നും അപ്രത്യക്ഷമായി. പകരം അന്തരീക്ഷത്തിൽ അവിടെ നേർത്ത തേങ്ങലുകൾ മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരുന്നു. അറിയാതെ അച്ഛൻ്റെ മനസ്സിലും അവളോട് വല്ലാത്ത സഹാനുഭൂതി തോന്നിപ്പോയി. അച്ഛൻ വണ്ടി ഓടിച്ച് വീട്ടിലെത്തി. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുകയാണ്, എന്താണ് സംഭവിച്ചതെന്നറിയാതെ. ഈശ്രാമിൻ്റെ മരണം ആദർശ് അറിഞ്ഞിട്ടില്ല, അവനെ അറിയിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആ ബോഡി നാട്ടിലെത്തിച്ചേ മതിയാവൂ. ഇപ്പോൾ തന്നെ വിനായകൻ്റെ ബോഡി കർമ്മങ്ങളനുസരിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതിനു മുമ്പേ അവനെ ദേവനന്ദ കൂടെ കൂട്ടി. ഇപ്പോൾ അർണവ് പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തിൽ നിത്യശാന്തി ലഭിച്ചു കഴിഞ്ഞു. ഇനി അവന് വേണ്ട കർമ്മങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണം. ഓർത്തപ്പോൾ അച്ഛൻ ഒരുപാട് വിഷമം തോന്നി. ഓരോരുത്തരായി തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വഴി എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ മതിയാവും. ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, ബൈ.